അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 34-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വളരെ ലളിതമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാഠം തന്നെയാണ്. നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ആ പാഠം ഒന്ന് വിശദീകരിക്കാമെന്ന് മാത്രം. നീ എൻ്റെ സഹോദരനാണ്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ശ്രദ്ധിക്കുക. നീ എൻ്റെ സഹോദരൻ ആകുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ സഹോദരൻ ആണ്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഇന്ന് പഠിക്കുന്നത്. പറയാൻ വേണ്ടി ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നത്തെയും പോലെ സബ്ജക്റ്റ് തന്നെയാണ്. നീ എന്നതിന് യു ആണല്ലോ. പിന്നീട് ആണ് ആകുന്നു എന്ന് പറയാൻ ആം, ഈസ്, ആർ എന്ന 3 ഓക്സിലറിയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ യു എന്നതിൻ്റെ കൂടെ ആർ എന്ന ഓക്സിലറിയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു ബഹുവചനങ്ങളുടെ കൂടെ ആർ എന്നുള്ള ഓക്സിലറിയാണ് ചേർക്കേണ്ടത്. ഐ എന്നതിൻ്റെ കൂടെ മാത്രം ആം എന്ന ഓക്സിലറിയാണ് ചേർക്കേണ്ടത്. അപ്രകാരം തന്നെ മറ്റു ഏകവചനങ്ങൾ ഐ, യു ഒഴികെയുള്ള ഏകവചനങ്ങളുടെ കൂടെ ഈസ് എന്നുള്ള ഓക്സിലറിയാണ് ചേർക്കേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി, അതിൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പോൾ നീ എന്നതിന് യു എന്ന് പറഞ്ഞാൽ, സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആണ് ആകുന്നു എന്നർത്ഥം കിട്ടാൻ ആർ എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യു ആർ. ഇനി എൻ്റെ സഹോദരൻ എന്നതിന് മൈ ബ്രദർ എന്നാണ് പറയേണ്ടത്. യു ആർ മൈ ബ്രദർ. നീ എൻ്റെ സഹോദരൻ ആകുന്നു. നീ എൻ്റെ വിദ്യാർത്ഥിയാകുന്നു എന്നെങ്ങനെ പറയും? യു ആർ മൈ സ്റ്റുഡൻറ്റ്. നീ എൻ്റെ കൂട്ടുകാരനാണ്. യു ആർ മൈ ഫ്രണ്ട്. നീ അവൻ്റെ കൂട്ടുകാരനാണ്. യു ആർ ഹിസ് ഫ്രണ്ട്. അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്നതിന് ഹിസ് എന്ന വാക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നാം വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഇപ്പോൾ നമുക്ക് ആവശ്യമാകുന്ന ഘട്ടത്തിൽ അത് കിട്ടും. അപ്രകാരം തന്നെ ഞാൻ നിൻ്റെ സഹോദരനാണ്. ഐ ആം യുവർ ബ്രദർ. ഞാൻ നിൻ്റെ ടീച്ചറാണ്. ഐ ആം യുവർ ടീച്ചർ. അപ്പോൾ നിൻ്റെ, നിങ്ങളുടെ എന്നതിന് യുവർ എന്നാണ്. ഞാൻ ആകുന്നു എന്നുള്ളതിന് ഐ ആം എന്നാണ്. ഐ ഫസ്റ്റ് കൊടുത്തു സബ്ജക്റ്റ്. അതിന് ശേഷം ആം ഈസ് ആറിൽപ്പെട്ട അതിനോട് യോജിച്ച് ആം ചേർത്തു. ഐ ആം, ഞാൻ ആകുന്നു. ഐ ആം യുവർ ടീച്ചർ. ഞാൻ നിൻ്റെ ടീച്ചർ ആകുന്നു. ഇതാണ് നാം ചേർക്കേണ്ട വാക്യം. അത് ഏതാനും ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഐ ആം യുവർ ടീച്ചർ. അപ്പോൾ നിൻ്റെ ടീച്ചറാകുന്നു എന്നതിൻ്റെ അവിടെ നാം ചേർക്കുമ്പോൾ അവിടെ ഐ ആം യുവർ ടീച്ചർ എന്ന് ചേർത്ത് കൊടുക്കും. ഐ ആം യുവർ ടീച്ചർ. ഞാൻ നിൻ്റെ ടീച്ചറാണ്. ഞാൻ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്. ഐ ആം യുവർ സ്റ്റുഡൻറ്റ്. ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. ഐ ആം യുവർ നെയ്ബർ. ഞാൻ നിങ്ങളുടെ ഡോക്ടറാണ്. ഐ ആം യുവർ ഡോക്ടർ. ഞാൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്, സഹപാഠിയാണ്. ഐ ആം യുവർ ക്ലാസ്മേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഐ ആം, അതിനുശേഷം യുവർ ക്ലാസ്മേറ്റ്. ഞാൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആകുന്നു എന്ന്. അപ്പോൾ ഞാൻ ആകുന്നു, ആണ് എന്നൊക്കെയുള്ള അർത്ഥം എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് ഐ ആണെങ്കിൽ മാത്രം ആം എന്നുള്ള ഓക്സിലറി ചേർക്കും. മറ്റു യു എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിലും മറ്റു മറ്റു ബഹുവചനങ്ങളാണെങ്കിലും ആർ എന്ന ഓക്സിലറി ഉപയോഗിക്കും. പിന്നെ ഐ, യു ഒഴികെയുള്ള ഏകവചനമാണ് സബ്ജക്റ്റ് എങ്കിൽ മാത്രം ഈസ് ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഏതാനും ചില വാക്കുകൾ നമുക്ക് ഇനി ആർ ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകളെ നമുക്ക് പരിചയപ്പെടാം. ആർ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, യു എന്ന സബ്ജക്റ്റിൽ ചേർക്കും. അതുപോലെ തന്നെ ബഹുവചനമായിട്ട് വരുന്ന മുഴുവൻ സബ്ജക്റ്റുകളിലും ആർ എന്നാണ് ഉപയോഗിക്കുക. ദേ ആർ ബ്രദേഴ്സ്. അവർ സഹോദരങ്ങളാകുന്നു. ദേ, അവർ എന്ന്, ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു. ദേ ആർ ബ്രദേഴ്സ്. അവർ സഹോദരങ്ങളാകുന്നു. ദേ ആർ ഡോക്ടേഴ്സ്. അവർ ഡോക്ടർമാരാകുന്നു. യു ആർ സ്റ്റുഡൻസ്. നിങ്ങൾ വിദ്യാർത്ഥികളാകുന്നു. യു എന്നത് ബഹുവചനമായിട്ട് നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോഴും യു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ യു ആർ ഡോക്ടേഴ്സ്. നിങ്ങൾ ഡോക്ടർമാരാകുന്നു. യു ആർ സ്റ്റുഡൻസ്. നിങ്ങൾ വിദ്യാർത്ഥികളാകുന്നു. യു ആർ ബ്രദേഴ്സ്. നിങ്ങൾ സഹോദരങ്ങളാകുന്നു. അങ്ങനെയും പറയാം. നീ ഒരാളാകുമ്പോഴും യു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ യു ആർ മൈ സ്റ്റുഡൻറ്റ്. നീ എൻ്റെ വിദ്യാർത്ഥിയാകുന്നു എന്ന് അങ്ങനെയും പറയാം. ബോയ്സ് ആർ സ്റ്റുഡൻസ്. ആൺകുട്ടികൾ വിദ്യാർത്ഥികളാവുന്നു. ബോയ്സ് ആർ പ്ലേയേഴ്സ്. ആൺകുട്ടികൾ കളിക്കാരാകുന്നു. ബോയ്സ് ആർ സിംഗേഴ്സ്. ആൺകുട്ടികൾ പാട്ടുകാരാകുന്നു. അതുപോലെ തന്നെ ഏതാനും മറ്റു ഉദാഹരണങ്ങൾ കൂടെ. യു ആർ മൈ ബ്രദർ. നീ എൻ്റെ സഹോദരൻ ആകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്. അതേ സമയത്ത് ഇനി അവൻ എൻ്റെ വിദ്യാർത്ഥിയാവുന്നു എങ്ങനെയാണ് പറയുക?
ഫസ്റ്റ് ഹി ഉപയോഗിക്കണം അവൻ എന്നതിന്. അതിനുശേഷം ആണ് ആകുന്നു എന്നതിന് ഈസ് ആണ് ഉപയോഗിക്കണം. ഹീസ് മൈ സ്റ്റുഡൻറ്റ്, അവൻ എൻ്റെ വിദ്യാർത്ഥിയാവുന്നു. അവൻ എൻ്റെ വിദ്യാർത്ഥിയാവുന്നു. അവൾ എൻ്റെ അയൽവാസിയാവുന്നു. ഷീസ് മൈ നെയ്ബർ. അവൾ എൻ്റെ സഹോദരിയാവുന്നു. ഷീസ് മൈ സിസ്റ്റർ. ഇവിടെ എഴുതാം ഷീസ് മൈ സിസ്റ്റർ. അവൾ എൻ്റെ സഹോദരിയാവുന്നു. ഷീസ് എ സിംഗർ. അവളൊരു പാട്ടുകാരിയാവുന്നു. ഷീസ് എ ഡാൻസർ. അവളൊരു നർത്തകിയാവുന്നു. ഷീസ് എ പോയറ്റ്. അവൾ ഒരു കവയത്രിയാവുന്നു. അപ്പോൾ ഈസ് എന്ന് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങൾ സബ്ജക്റ്റായി വരുന്നിടത്ത് ആണ് ആകുന്നു എന്ന് പറയാനാണ് ഈസ് എന്നത് ഉപയോഗപ്പെടുത്തുന്നത്. ഹി ഈസ്, ഷീ ഈസ്. യൂസുഫ് ഈസ് എ സ്റ്റുഡൻറ്റ്. യൂസുഫ് ഒരു വിദ്യാർത്ഥിയാവുന്നു. സലീൽ ഈസ് എ സ്റ്റുഡൻറ്റ്. സലീൽ ഒരു വിദ്യാർത്ഥിയാവുന്നു. അപ്പോൾ പേരുകളുടെ കൂടെ, മറ്റു ഏകവചനങ്ങളുടെ കൂടെ, മറ്റു സ്ഥാനപ്പേരുകളുടെ കൂടെയൊക്കെ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആണ് ആകുന്നു എന്ന് പറയാൻ ആം, ഈസ്, ആർ എന്നുള്ള ഓക്സിലറിയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ഓരോന്നായിരിക്കും. അതിൻ്റെ കൂടെ മാത്രം ആം ചേർക്കും. അതുപോലെ തന്നെ യു എന്നോ മറ്റു ബഹുവചനങ്ങളോ ആണെങ്കിൽ ആർ ഉപയോഗിക്കും. ഐ യു ഒഴികെയുള്ള ഏകവചനമാണ് സബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ കൂടെ ഈസുമാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഐ യു ഒഴികെയുള്ള ഏകവചനം സബ്ജക്റ്റായി വന്നാൽ ആണ് ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടാനുള്ള സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ നമ്മൾ ചേർക്കേണ്ടത് ഈസ് എന്ന ഓക്സിലറിയെയാണ്. മൊത്തത്തിൽ ആണ് ആകുന്നു എന്നുള്ള അർത്ഥത്തിനുള്ള ഓക്സിലറി ആം, ഈസ്, ആർ എന്നിവയാണ്. ഇതോടെ ഇന്നത്തെ ഈ ചെറിയ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം ഇതിനെ ശീലമാക്കുക. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് ഇത് ആവശ്യമായി വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടി എന്നുള്ള നിലക്കാണ് ഈ വളരെ ലളിതമായ പാഠം ഇങ്ങനെ ഒരു പാഠമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് തീർച്ചയായും അടുത്ത ക്ലാസ്സിലേക്ക് വളരെയധികം അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്.